അപ്പം ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പം എത്തിപ്പെട്ട് നിൽക്കുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് ചുരുങ്ങി ആൾക്കാർ. ഈ പഴയ കാര്യങ്ങളൊന്നും ആർക്കും ഇപ്പം അറിയില്ല, അതൊന്നും അറിയേണ്ട ബാധ്യതയില്ല, അറിയാൻ താല്പര്യവും ഇല്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് അതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ അന്നത്തെ കണക്ഷൻ ഇല്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പം ഈ ഓണപ്പാട്ടുകളൊക്കെ നിന്നുപോയി. അതേപോലെ ഭക്തി ആളുകളിൽ ഒരുപാട് കുറഞ്ഞു വന്നു. കാരണം ഇതൊരു മിത്താണ്. ദൈവം എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ടോ മറ്റ് മതപരമായിട്ടോ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാത്തവർക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. അത് കാരണം ഇപ്പം ഭക്തിഗാനങ്ങൾ ആർക്കും വേണ്ട, കേൾക്കണ്ട ആർക്കും. അതേപോലെ ഓരോ കാര്യത്തിലും അങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതിയ തലമുറ. 10, 15, 18 വയസ്സുള്ള കുട്ടികൾ അവരുടെ വിരൽത്തുമ്പിൽ അവർക്കിപ്പം എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം അവരിപ്പം എല്ലാം കൊണ്ടും സുഭിക്ഷമാണ്. പിന്നെ സന്തോഷം കൊണ്ടാണേലും മറ്റു തരത്തിലുള്ള വരുമാനം കൊണ്ടാണേലും അറിവിന്റെ കാര്യത്തിലായാലും എല്ലാം അവർക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാം കിട്ടുന്നുണ്ട്. നല്ലതും കിട്ടുന്നുണ്ട്, ചീത്തയും കിട്ടുന്നുണ്ട്. കൂടുതലും ചീത്തയാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ കാണാതിരുന്ന ഒരു സാധനം കാണുമ്പോഴാണ് നമുക്ക് കാണാനായിട്ട് തോന്നുന്നത് എന്ന് പറഞ്ഞ പോലെ അതിനകത്തുനിന്ന് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന എല്ലാം അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാലത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്.